മിസ്റ്ററക്സിനെ പണി. അപ്പൊ എന്തായാലും ഇത് നമ്മുടെ മണ്ണയ്ക്കോട്ടാണ് ഇനി അടുത്തത്. ഇനി നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ ഇതാക്കുക എന്നുള്ള ഓപ്ഷൻ അമ്മമാർക്കുള്ളൂ. ആൾക്കാർ പോവാ. ഓ സമാധാനായി. ഒരു അങ്ങനെ കുറച്ച് ആൾക്കാരെ നമുക്ക് സിറ്റിയുടെ ഭാരം കുറയും. അതെ, മര്യാദക്ക് കളിക്കാൻ പറ്റാത്ത ഉണ്ണച്ചികളൊക്കെ സിറ്റിയിൽ നിന്ന് ഇറങ്ങണതാണ് നല്ലത്. അതന്നെ FRP മറ്റേ RP മൂഞ്ചാറിനകത്തമാര് സ്വന്തമായിട്ട് മറ്റേ പ്രൈവറ്റ് സെർവർ ഉണ്ടെങ്കിൽ അതിന്റെ തെളിക്കട്ടെ. ഹലോ അപ്പാ അവിടെ നീ ആ ഹൈവേയില് അല്ല മിസ്റ്ററക്ഷൻ എന്തിനാ തെറി വിളിച്ച് എനിക്കറിയത്തില്ല. എന്തോ കേട്ടില്ല മിസ്റ്റർ ഒന്നുകൂടെ പറയാമോ? ഓക്കെ ശരി ഓക്കെ ശരി. എന്റെ ഒരു കൂട്ടുകാരൻ ആക്ഷേപിച്ച് അവനോട് ഫുട്ബോൾ കളിക്കാനുണ്ടോന്ന് ചോദിച്ചപ്പോൾ ഫുഡ് ഞാൻ കഴിച്ചതാ, ബോൾ അവിടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. ആ കൂട്ടുകാരനൊക്കെ അവന്റെ കായ്ക്കട്ടി കളിച്ചിടണം അവനെ. പക്ഷെ നല്ല കോമഡി ആയതാണ്, നല്ല കോമഡി ആയതാണ്, നല്ല കോമഡി. താങ്ക് യു 100. ഹലോ ഞാൻ ഒരു പ്രോ സ്ട്രീമറായി. ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞ കേക്ക്. മിസ്റ്റർ എക്സിനെ വിളിച്ചിട്ട് അവര് പറഞ്ഞ് നമ്മുടെ സിറ്റുവേഷനിൽ ഒരു ഗ്യാങ് ഇന്റർഫിയർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അവരത് ഇന്റർഫിയർ ചെയ്യരുതെന്ന് വേർബലി പറഞ്ഞിട്ടുണ്ട്. അവർ ഇന്റർഫിയർ ചെയ്യുകയാണെങ്കിൽ അവരുടെ കാര്യം ബാക്കിയുള്ളത് മിസ്റ്റർ എക്സ് നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അതിന്റെ കൂടെ മറ്റേ ഇതില്ലേ ഈ പറയണത് പോലെ നമ്മുടെ സിറ്റിക്ക് അകത്തുള്ള ടണൽ വഴി PD പോകാനുള്ളൊരു ചാൻസ് ഉണ്ടെന്നോടൊരു ഇൻഫർമേഷനോട് പറഞ്ഞത്. അപ്പൊ 2 പോലീസ് കാർ മാത്രം E4 നിൽപ്പുണ്ട്. E4 ഹൈവേയില് ഫുള്ള് പോലീസ്. അത് ഇവിടെ എത്തിയ ട്രക്ക് കിട്ടിയേ E3 കറക്റ്റ് E3. നമുക്ക് എവിടെ ലാംഗ്വേജ് പറ്റിയ ലൊക്കേഷൻ ഉണ്ടോ നോക്കിയ മാപ്പില്? ടയർ പൊട്ടിച്ച് പിന്നെ അനക്കത്തില്ല. ഇവിടുന്ന് ബാക്കിയല്ല നമുക്ക് എന്താ അറിയാം. ഇവിടെ പമ്പുണ്ടല്ലോ. PD പോകുന്നുണ്ട്. എല്ലാ PD വണ്ടി പോകുന്നേ. E3 കഴിഞ്ഞ് PD മാർക്കറ്റ് തൊട്ടടുത്ത് PD പോകുന്നുണ്ട്. ഭയങ്കര ശബ്ദമാണ്. എനിക്ക് ഭയങ്കര സൗണ്ടാണ്. എനിക്ക് എന്റെ സൗണ്ട് കേൾക്കുന്നില്ല. ഭയങ്കര സൗണ്ട്. ഇവര് വണ്ടി അലമ്പാണ്. ഇവര് വണ്ടി കൊള്ളത്തില്ലേ? അപ്പൊ ഞാൻ യൂട്യൂബിന്റെ ഇവിടെ ഇറങ്ങുവാണേ.
സ്നൈപ്പേ. ട്രക്കിനുള്ള പോലീസിന്റെ ഒറ്റിക്കാം ആ പോലീസിന്റെ ഒറ്റിക്കാം അവരെ ടയറില്ല അവരെ ടയറില്ല അത് യൂട്യൂബ് എടാ ഈ മാർക്കിൽ വണ്ടി ഈ മാർക്കിൽ വണ്ടിക്ക് അവരെ ടയറില്ല അവരെ ടയറില്ല അവരെ ടയറില്ല യൂട്യൂബേഴ്സിന്റെ ബാക്കിലടാ. അതാണ് ഓടിപ്പോവാൻ നോക്കുന്നത്. അമ്മമാര് വെയിറ്റാ. ടീം ഇറങ്ങി ടീം മറ്റേ ബോളിന്റെ അവിടെ പോയി ഇറങ്ങി എവിടെ എവിടെ ടീം ബോളിൽ പോയി ഇറങ്ങി എയറിൽ പോയി ടയറൊക്കെ പൊട്ടി. ഇതേ ഒന്നാര് എടാ ബാലിന്റെ അവിടെ നോക്കിയാ റൈറ്റ് ഒരു വണ്ടി. എടാ ഈ പിറ്റ് ചെയ്യുന്ന എല്ലാവരും ഹെൽത്ത് നോക്കടാ. ഷീൽഡ് കംപ്ലീറ്റ്ലി പോവേടാ. എടാ ഈ ഇറങ്ങി ഇവിടെ ഇറങ്ങിയേ. ജിയുടെ അവിടെ ഇതിനോടാവില്ല. ഇങ്ങോട്ടോ എടുത്തോ. ഇവിടെ വീഡിയോ ചെയ്യുന്നടാ കുണ്ണം. എന്നെ വീഡിയോ ചെയ്ത് ഹലോ ഭയങ്കര പേര് എടാ, വേണ്ട, അവന് പോ. അപ്പൊ വണ്ടിയുടെ പോ. എടാ നമ്മുടെ വണ്ടിയല്ലേ കേറ്. എവിടെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. കേറില്ലേ ഇറങ്ങില്ല. ഇവിടെ കുത്തിയിട്ടുണ്ട്. ബാക്കി കുത്തറ. ആ ഫാക്ടറിയുടെ മല കുത്ത്. ഫാക്ടറിയുടെ മല. നൈസ്. നമ്മൾ കുത്തി. ഒരു മിനിറ്റ് ഇതിനിടയ്ക്കുണ്ട് എന്റെ മാർക്കില്ല അതാ ഇവിടെ എല്ലാം ഫാക്ടറി ഇറങ്ങി. എല്ലാം ഫാക്ടറി ഉണ്ട്. എല്ലാരും ഫാക്ടറി ഉണ്ട്. ആ ഓക്കേ പോയില്ല തിരിച്ചു ഫുള്ള് ഇവിടെ ഉണ്ട് നിങ്ങൾ വണ്ടി പിടിച്ച് കളിക്കില്ല. ഇവിടെ ഇറങ്ങി. എന്റെ പിങ്ങിൽ ഇറങ്ങി. എന്തൊരു ആംഗിളാണ് നമ്മുടെ ഷോ. എത്ര പേരാ ഇത് ഫാക്ടറി? നമ്മൾ മാത്രം. ഓക്കെ ഇവിടെ അടിയായിട്ടുണ്ട്. എടാ ഇത് SRR-ആ? ഇത് ഫുൾ SRR ആണല്ലോ. ഇത് കണ്ട എങ്ങനെയാന്ന്? ഓക്കെ ഇവിടെ അടിയായിട്ടുണ്ട്. നമ്മള് മാത്രം ഇവിടെ. നമ്മള് 1 2 3 4 5 6 7 8 പേരാ. 8 ഉണ്ണാ. ഓക്കെ അപ്പം നേരത്തെ വീഡിയോ ആയിട്ടാണ് ഡൗൺ ആയത്. ഓക്കെ ചന്ദ്രൻ ഡൗൺ. വണ്ടികളെ എത്ര പേരാ നോക്കിയത്? ഓക്കെ പരുന്തുവാസ് ഡൗൺ. 1 2 3 4 5 6 7. അപ്പാപ്പനോട് അടിച്ച് കളച്ചേട്ടാ. ഓക്കെ XPD ഫിഗോ ഡൗൺ. ഓക്കെ ബാക്കിൽ നിന്ന് ടീം മെമ്പേഴ്സ് പുഷ് ചെയ്തടിക്കുന്നുണ്ട്. നമ്മൾ നല്ല ആംഗിളായിരുന്നു. ഞമ്മരെ കിട്ടില്ല ആംഗിളായിരുന്നു. നമ്മള് സ്വയം വിൽപ്പനക്കാരായി. ഹലോ അണ്ണാ. ഓക്കെ ബാക്കിൽ കൂടെ അപ്പൊ നമ്മളൊരു 8 പേർക്ക് നമ്മളെ തിന്നായിട്ട് കൊടുത്ത് കളി ജയിച്ച്. ചത്തട്ടിലൂടെ. അടിച്ചു ഓക്കെ ഭരചന്ദ്രൻ ഡൗൺ. അവിടെ ഭരചന്ദ്രൻ കിൻറ്റി ഭരചന്ദ്രൻ എടുത്തിട്ടുണ്ട്. എവിടാ എത്ര വണ്ടി? ഒരു 3 എനിക്കാ. എവിടെ? ഞങ്ങൾ കുറച്ച് ടൈം എല്ലാരും ലൊക്കേഷൻ ഞാൻ
നമ്മളൊരു വണ്ടി അവിടെ കിടക്കുന്നത് യൂട്യൂബിലെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ വേറെ ലൊക്കേഷനിൽ ഔട്ട് ചെയ്തേ നിങ്ങൾക്ക് എവിടാന്ന് പറയാം ഞാൻ അങ്ങോട്ട് വരാം ഞങ്ങളുടെ 2 വണ്ടി യൂട്യൂബ്സ് ഉണ്ട് ബാക്കി എല്ലാ വണ്ടി യൂട്യൂബ്സ് ആയിട്ട് റീഡിയോ ഉണ്ട് അവരുടെ അപ്പൊ അത് ശ്രദ്ധിച്ചോണേ അമ്മയിപ്പോ നമ്മൾ ട്രക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുക ഇവിടെ ഇറങ്ങി നിൽക്കുവാണെങ്കിൽ അവിടെ കുഞ്ഞിന് കിട്ടിയല്ലോ നമ്മുടെ നമ്മള് കൊണ്ടു നമ്മളെ ബാലിലേക്ക് കൊണ്ടു വന്ന് അവന്മാര് കുട്ടി നമ്മളെ വണ്ടിയിൽ അവിടെ ഉണ്ട് ഞങ്ങള് മറ്റേ മലയെത്തി നമ്മൾ വിദ്യാഭ്യാസ എടുക്കുന്ന മലയെത്തി മാറെടുക്കുന്ന ആ മലയിലുണ്ട് നമ്മള് എല്ലാം ഹോൾഡ് ചെയ്യാം ഞാൻ ചോദിച്ചത് ഈ മലയിൽ വിട്ട് നമുക്ക് എടാ ശ്രദ്ധിച്ച് കേൾക്കാവണാ ഇതിന്റെ ട്രക്കിന്റെ ലൊക്കേഷൻ പറയാനാണ് അപ്പൊ എന്റെ പറയാ ബാക്കിയുള്ളവർ എന്ത് പറയാ അന്നേരം ഫൈറ്റ് എടുക്കാം നമ്മുടെ ബാക്ക് എത്തിയാ കറക്റ്റ് ജീലുണ്ട് ഞങ്ങള് മാർക്ക് നോക്ക് ജീലുണ്ട് നമ്മുടെ ബാക്കപ്പ് ഇപ്പോഴേ എത്തിയിട്ടില്ല നിങ്ങൾ പറഞ്ഞത് ഓവർലാപ്പ് ചെയ്യലടാ ഞാൻ കാര്യം പെട്ടാ ഓവർലാപ്പ് ചെയ്യാൻ എല്ലാരും എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രം ഫൈറ്റ് എടുക്കുക കുറയ്ക്കാൻ നിൽക്കാൻ പറ്റൂല കേസ് വെറുതെ ഇല്ലേ ഇല്ലായൊന്ന് എനിക്ക് പറയണ കേക്കാം നിങ്ങൾ അത് നോക്കിയേ നിങ്ങൾ പറയണ കേൾക്കണമെങ്കിൽ നിങ്ങൾ അഡ്മിൻ ലൈവ് എല്ലാം കാണും അല്ലെങ്കിൽ വേറെ ലൈവ് ആണ് എനിക്ക് എത്ര സൗണ്ട് ഇപ്പൊ ഇരുന്ന് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയാം പക്ഷെ എത്രത്തോളം കുറയ്ക്കണമെന്ന് അറിയത്തില്ല റേഡിയോ കേൾക്കാലോ അമ്മാരെല്ലാരും ഈ മലയിൽ തന്നെ കളിക്കുന്നത് അമ്മാരെല്ലാം അവിടെ തന്നെ ഉണ്ട് എടാ അത് നൈസറാ ആ വണ്ടിക്ക് ടാഗ് ഇട്ടേ നമ്മള് വണ്ടി എണ്ണം കൂടുതലാ എന്നെ ഒന്ന് ഞാൻ വണ്ടി മാറ്റാം എന്നെ ഒന്ന് കൂട്ടിയ വേറെ വണ്ടിയിലോട്ട് എടുക്കും എടാ വണ്ടി ഇപ്പൊ കറക്റ്റ് ആണോ നമ്മുടെ ലെഫ്റ്റിലോട്ട് വണ്ടി പോയി പിക്ക് ചെയ്ത് തന്നെ എടാ ഞാനും ഒറ്റയ്ക്കടാ വേറെ ഏതെങ്കിലും വണ്ടിയിലുണ്ടോ ബാക്കപ്പ് എല്ലാരും നമ്മൾ സെറ്റ് ആയില്ലേ നമ്മളെല്ലാം സെറ്റ് ആയില്ലേ ഞാൻ കാര്യം പറ്റേടാ കുത്തുമ്പോ ഒരുമിച്ച് കുത്തനെ കുത്തുവാണെങ്കിൽ ഒരുമിച്ച് കുത്തനെ മറ്റേ പരിപാടി അവന്മാരെ നമ്മുടെ തന്നെയാണ്
പൊട്ടിക്കടാ പൊട്ടിക്കടാ. ഇവിടെ 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 ടയറോട്ടി എല്ലാത്തിനും ടയറോട്ടി ഇതിന്റെ ടയറോട്ടി ടയറോട്ടി ഇതിന്റെ ടയറോട്ടി മാർക്ക് ഇവിടെ അടി കുത്തി ഇവിടെ എടാ ഞാൻ വരെ കവർ കളയണം. ഞാൻ വരെ കവർ തട്ടിയാ അത് എന്തിനു പെട്ടെന്ന് റൈറ്റ് എടാ മയിരി എനിക്കറിയാൻ പറ്റുന്നില്ല. കറങ്ങ റൈറ്റ് ഞങ്ങളെ വെച്ച് കളിക്കും കറങ്ങ കറങ്ങവിടെ എന്ത് ചെയ്യാടാ എന്ത് ചെയ്യണ്ടാടാ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളി ഒന്നും മനസ്സിലാവണ്ടടാ എന്ന് പറയാ മനസ്സിലാവില്ല. കൊറേ കൂട്ടത്തോടെ നിൽക്കണം. എന്ത് മൈനൊക്കെ ഇതൊക്കെ എന്താ എവന്മാർ ഓപ്പണില്ല. എവന്മാർ ചുമ്മാ അടിക്കാം. എവന്മാർ പെട്ടിരിക്കുക ഇവിടെ ഇഞ്ചി കഴപ്പ് കഴിഞ്ഞാ എല്ലാത്തിനെയും പണ്ണ് അവന്റെ ഒക്കെ കടി അവന്റെ ജെഞ്ചിയല്ല മൂഞ്ചി ഇന്ത്യക്കെ മൂഞ്ചി കേട്ടാ ജെഞ്ചിയല്ല നീ ഒരു കൂട്ടം ആൾക്കാരോട് സ്റ്റക്കായിട്ടിരിക്കുന്നത്. അതൊക്കെ എന്തിടാ അതൊക്കെ കണ്ണാപ്പി ബാക്കിലാണ്. കണ്ണാപ്പി ഇറങ്ങി റോട്ടില് എന്തിടാ ഇതൊക്കെ. കണ്ണാപ്പി കോള് കൊടുത്ത് കളിക്ക്. ആള് വന്നെന്ന് റേഡിയോയിൽ പറയും. അവര് കളിച്ചോളൂ. നിങ്ങള് ഇതൊന്നും ചെയ്യില്ല. ഞാൻ നോക്കട്ടെ എന്താ സംഭവം. എനിക്ക് നോക്കണമെന്നുണ്ട്. ഞാൻ ഒന്ന് ചിരി പറഞ്ഞടാ. ഇതൊരുമാതിരി എന്തൊരു പറയാ. ടിവിയിലെയാ നോക്കിച്ചു തിരിച്ചു കയറുമല്ലോ നോക്കണം. എടോ സംഭവം കൊള്ളാലോ. കളി കഴിഞ്ഞു. ഇതാണ് പാണ്ടിക്കുത്ത് എന്ന് പറയും. മ്യൂട്ട് കൊടുത്ത ഒരു കോമഡി അല്ലേ. ഇന്നലെ കൺസൈൻമെന്റ് കണ്ടും കൊണ്ട് കളഞ്ഞ് ഇപ്പൊ സ്വന്തം കണ്ടും കൊണ്ട് കളഞ്ഞ് എന്താ അല്ലേ. ചത്തമാര് പൊങ്ങിയപ്പോ കൺഫ്യൂഷൻ. ചത്തമാരൊക്കെ പൊങ്ങിയിരിക്കണേ. അതൊക്കെ എന്തിരി നോക്കോ എടാ ഇതൊന്ന് നോക്കിയോടെ. ഷൈനു ഹൈബ്രോ വെൽക്കം ടു സ്ട്രീം. എടോ ഞാൻ വിചാരിച്ചില്ല കേട്ടോ അടിച്ചെടുക്കുന്നു. ഞാൻ നോക്കട്ടെ എന്താ സംഭവിച്ചെന്ന്. നമ്മുടെ പ്രീവാർ ഈ കറക്ക നമ്മളാണ് ഗൈസ് ട്രെൻഡിങ് ആക്കിയേ. ഈ കറക്ക നമ്മളാ ട്രെൻഡിങ് ആക്കി. ഈ ഒരുമിച്ചുള്ള ഈ കോർഡിനേഷനിൽ കിടന്ന് കറങ്ങുന്നത് ഓർമ്മയുണ്ടോ? നമ്മളെ മറ്റേ വാർ ഓർമ്മയുണ്ടാ? എന്തൊരു വിഷയമായിരുന്നു അത്. ഹോൾഡ് ചെയ്യാനും പറ്റില്ലല്ലോ. ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ഇത് മറ്റേ ഇവൻ മറ്റേ സിറ്റിസൺ വെഹിക്കിളൊക്കെ എടുത്തിട്ട് ഉപയോഗിക്കുന്നത്. അതൊന്നും പറ്റില്ല. ഇവിടെ ഓൾറെഡി സിറ്റിസൺ വെഹിക്കിൾ വെച്ചിട്ടാ. ഇത് എത്ര പേരടാ ഇവിടെ. ഹോൾഡ് ചെയ്യാനും പറ്റില്ലല്ലോ. ഹോൾഡ് ചെയ്യാൻ പറ്റില്ല.
എൻജിയുടെ വണ്ടി 1 2 3 വണ്ടി എൻജി കുത്തി. സ്റ്റിൽ നമ്മൾ ഒരു വണ്ടി കുത്തിയിട്ടുള്ള അന്നേരം. ഇത് മറ്റേ ഇവൻ മറ്റേ സിറ്റിസൺ വെഹിക്കിളൊക്കെ എടുത്തിട്ട് ഉപയോഗിക്കുന്നത്. അതൊന്നും പറ്റില്ല. ഇവിടെ ഓൾറെഡി സിറ്റിസൺ വെഹിക്കിൾ വെച്ചിട്ടാ. ബാക്കിയൊക്കെ പുറത്ത്. ബാക്കിയൊക്കെ പുറത്ത് നോക്കാം. ഇന്നലെ എന്തായാലും ഇവിടെ ഇനിഷ്യൽ സിറ്റുവേഷൻ കഴിഞ്ഞതാണ്. ഗൈസ് എന്തായാലും നമുക്കത് ഇതിന്റെ ടിക്കറ്റ് വരുമ്പോൾ നോക്കാം. കാരണം ഇതില് പണി ഉണ്ട്. ഇപ്പൊ ഇറങ്ങിയാൽ അത് ടിവിയിലെ 7 പേര് ചത്തന്ന് ഇവിടെ. കോംപ്ലിക്കേറ്റ് വരുമ്പോ നോക്കാം. കാരണം ഇതാണ് ടിവി 1 7 കൂടണ്ട. 1 2 3 4. ഗൈസ് എന്തായാലും നമുക്കത് ഇതിന്റെ ടിക്കറ്റ് വരുമ്പോ നോക്കാം. 1 2 3 4 5 6. അല്ലല്ല ഇത് വാർച്ചാറ്റില് വില്ലുവിനൊക്കെ ഇടിച്ചാണോ? ഞാൻ അകത്തൊന്നും പറഞ്ഞില്ല. ഞാൻ ഒരുത്തിനെ വിളിച്ചിട്ടില്ല. ഞാൻ ഇവിടെ ഇരുന്ന് വിളിക്കും. ഞാൻ വിളിക്കുന്നതിന് കാരണമുണ്ട്. അവനൊക്കെ മുമ്പാ വന്നേക്കുന്ന ബേസിക് ഫിയർ ആർപി ഇല്ല. മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരു അതോറിറ്റി കൊടുക്കണ റെസ്പെക്ട് ഇല്ല. ബാക്കി എല്ലാ അമ്മമാർക്ക് കുണ്ണ പിടിക്കാൻ എന്നാ കഴിവുണ്ടോ? അതൊന്നും വരയും പറയുന്ന വേണ്ട. നമ്മളിപ്പോ എങ്ങനെ പൊങ്ങും? എടാ ഇതൊന്നും എന്നെ അകത്താരൊന്നും ഇത് എങ്ങനെ പൊക്കുന്ന വെച്ചത് പൊക്കിയുടെ മിസ്റ്റർ എക്സ് ഇവിടെ വിളിച്ചോണ്ടിരിക്കണം. നമുക്ക് എത്തിക്കണം. ട്രക്ക് ഇതിന്റെ ഇതാക്കണം. അത് അവരെ വിളിച്ച് പറയണം. ജുഗ്രുവിന്റെ ഒരു കുത്തലുണ്ട്. അവിടെ ഇരുന്ന് വിക്കു ആരുമായിരുന്നു ഞങ്ങളിരുന്ന് വെറുതെ. ഒരു മിനിറ്റ്, ഞാൻ വട്ടത്തിൽ നിന്ന് കത്തിക്കാൻ പോവാണ്. ഒരു മിനിറ്റ് മിസ്റ്റർ എക്സ് അവരുടെ എന്തോ മീറ്റിംഗ് നടക്കുക. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഡിസിഷൻ പറയാന്ന് പറഞ്ഞേട്ടാ. ട്രക്ക് എവിടെയാന്ന് ആർക്കെങ്കിലും അറിയാവോ? ആര് അണ്ണാ? ട്രക്ക് നമ്മുടെ ഞാൻ പറഞ്ഞുതരാം. വെള്ളത്തിലുണ്ട്. നമ്മുടെ റിപ്പയറിന്റെ ബാക്കിലായിട്ട് അവിടെ എവിടെയുണ്ട്. കത്തിക്കല്ലേ വെയിറ്റ് അടിക്കല വെയിറ്റ് വണ്ടി ഓടിക്കില്ല വെയിറ്റ്. എനിക്കൊന്ന് കുറച്ചും കൂടി പെട്രോൾ അടിക്കണം. എനിക്ക് അടിക്കണം പ്ലീസ്. എനിക്ക് എന്നെ വീടും ചെയ്യണം. ആരും അടിക്കരുത്. എനിക്ക് അടിക്കണം. ആരും അടിക്കരുത് പ്ലീസ്. ആരും അടിക്കല്ലേ പ്ലീസ്. എനിക്ക് എന്നെ അടിക്കണം. അടിക്കില്ലേ? എനിക്ക് അടിക്കണം. എനിക്ക് ഇവന്മാരെ വണ്ടി കാണുമ്പോ എന്താ ചെയ്യും? എല്ലാരും മാറുന്നോ? അടിക്കാൻ ഇതെന്താ പൊട്ടാത്തെ? പെട്രോൾ ഫുൾ പോയാ? പൊട്ടി അയ്യോ പൊട്ടി വണ്ടി അന്നാ വെടിവെച്ച. എല്ലാരും വെടിവെച്ച. പെട്രോൾ ഒമ്പിച്ച് നമ്മളെ പെട്രോൾ എടാ അത് വന്നിട്ടാ വള്ളിയായി. അത് വന്നിട്ടാ വള്ളിയായി. ഒരെണ്ണം പൊട്ടി, 2 പൊട്ടി. അത്ര ഉള്ള ജെയിൻജിയുടെ അണ്ടി. അണ്ണാ അവന്റെ അച്ഛന്റെ കൂടെ ഒരു കുടുംബ സമ്മേളനം നടത്താൻ പറ. അവിടെ ഇവിടെ കുറച്ച് നിങ്ങൾ ആരെങ്കിലും ഹലോ